കേരള കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താനുള്ള അടിയന്തര സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ശനിയാഴ്ചയാണ്. കോട്ടയത്തെ പാർട്ടി ആസ്ഥാനത്ത് ഈ യോഗം ചേരും. യോഗത്തിൽ റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനുമെതിരെ വിമർശനം ഉന്നയിക്കാനാണ് ഒരു വിഭാഗത്തിന്റെ തീരുമാനം. UDF-ലേക്ക് പോകാനുള്ള അവസരത്തെ ഇരുവരും ചേർന്ന് ഇല്ലാതാക്കിയെന്നാണ് ആരോപണം. LDF വോട്ടുകൾ ലഭിച്ചില്ലെന്നും വിലയിരുത്തലുണ്ട്. നിതിൻ സേവ്യർ നൽകും വിശദാംശങ്ങൾ. നിതിൻ, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് നേരിട്ടത്. സംപൂജ്യരായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിനകം തന്നെ പിളർപ്പിലേക്കെന്നും പൊട്ടിത്തെറിയുമെന്നുള്ള സൂചനകളൊക്കെ വന്നിരുന്നു. എന്തായാലും ഈ ശനിയാഴ്ച നടക്കുന്ന യോഗത്തിലും ശക്തമായ വിമർശനം ഉയരാനുള്ള സാധ്യതയല്ലേ കാണുന്നത് നിതിൻ? തീർച്ചയായിട്ടും പറഞ്ഞ പോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ സംപൂജ്യരായാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ അവർ മടങ്ങുന്നത്. രണ്ടില പൂർണ്ണമായും കൊഴിഞ്ഞു വീണുന്നു. ഇനിയിപ്പോൾ രാജ്യസഭാ MP സ്ഥാന കാലാവധി കൂടി അവസാനിക്കുന്നതോടെ, ജോസ് കെ മാണിയുടെ MP സ്ഥാന കാലാവധി കൂടി അവസാനിക്കുന്നതോടെ പിന്നീട് അങ്ങോട്ട് ഒരു തരത്തിലും അധികാരമില്ലാത്ത ഒരു പാർട്ടിയായി മാറുകയും ചെയ്യും. അതിന്റെ അമർഷം അണികൾക്കിടയിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കൾക്കിടയിലൊക്കെ വലിയ തോതിലുണ്ട്. കഴിഞ്ഞ ദിവസവും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. വലിയ തോതിലുള്ള ഒരു പൊട്ടിത്തെറി പാർട്ടിക്കുള്ളിൽ സംഭവിക്കുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗമായ ജയകൃഷ്ണൻ പുതിയടത്ത് തന്നെ കഴിഞ്ഞ ദിവസം റോഷി അഗസ്റ്റിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. റോഷി അഗസ്റ്റിൻ കുലംകുത്തിയാണ്, അല്ലെങ്കിൽ തോൽവിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും റോഷി അഗസ്റ്റിനാണെന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ നമ്മൾ കണ്ടു. ഒപ്പം പ്രമോദ് നാരായണനെതിരെയും അദ്ദേഹം കഴിഞ്ഞ ദിവസം വിമർശനങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടിരുന്നു. തുടർന്ന് അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. ഏതായാലും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം 9-ാം തീയതി ശനിയാഴ്ച കൂടാനിരിക്കുകയാണ്. ആ യോഗത്തിൽ വലിയ തോതിലുള്ള വിമർശനങ്ങൾ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രത്യേകിച്ച് റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം നേരത്തെ UDF-മായി ചർച്ച നടത്തി UDF-ലേക്ക് പോകാൻ കേരള കോൺഗ്രസ് എമ്മിനുള്ളിൽ ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അന്ന് വാർത്ത മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് പ്രമോദ് നാരായണനാണെന്നാണ് പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. അപ്പോൾ പ്രമോദ് നാരായണൻ കാരണമാണ് അത് മുടങ്ങിയതൊപ്പം റോഷി അഗസ്റ്റിനും LDF-നൊപ്പം ചേർന്ന് നിന്ന് ഈ യാത്ര അല്ലെങ്കിൽ UDF-ലേക്കുള്ള പോക്ക് മുടക്കാൻ ശ്രമിച്ചു. ഒപ്പം UDF-ൽ പോയിരുന്നെങ്കിൽ കുറച്ചെങ്കിലും സീറ്റുകൾ വിജയിക്കാമായിരുന്നു. ഇനിയിപ്പോൾ ഒരു വിഭാഗം ആളുകൾ UDF-ലേക്കോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്ക് ലയിച്ചു പോയാൽ പോലും അവിടെ അവർക്ക് വളരെ ഒരു തരത്തിലും പ്രാധാന്യമില്ലാത്ത ഒരു റോളായിരിക്കും അവർക്കവിടെ ലഭിക്കുക. അതവർക്ക് കൃത്യമായി തന്നെ അറിയാം. അപ്പോൾ ഇനി കേരള രാഷ്ട്രീയത്തിൽ ഒന്നും അവകാശപ്പെടാനില്ലാത്തൊരു പാർട്ടിയായി കേരള കോൺഗ്രസ് എം മാറുന്നതിന്റെ ഒരു സൂചനയുണ്ട്. അപ്പോൾ അത് വലിയ തോതിലുള്ള അമർഷം ഒരു വിഭാഗം നേതാക്കൾക്കിടയിൽ നൽകിയിട്ടുമുണ്ട്. ഏതായാലും LDF-ന്റെ വോട്ടുകൾ തങ്ങൾക്ക് കൃത്യമായി ലഭിച്ചിട്ടില്ല എന്നൊരു പരാതി കൂടി പല നേതാക്കന്മാർക്കും ഇടയിലുണ്ട്. അതും ഈ അടിയന്തര സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഈ പരാജയം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് അടിയന്തര സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കൂടുന്നത്. ആ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. ഇനി ഒരുപക്ഷെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു പിളർപ്പ് ഉണ്ടാവുകയും ചെയ്യാം. നമുക്കറിയാം കേരള കോൺഗ്രസ് പലപ്പോഴും പിളർന്നിട്ടുള്ള പാർട്ടിയാണ്, പിളരും തോറും വളരുന്ന പാർട്ടിയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി ഒരു പിളർന്നു കഴിഞ്ഞാൽ ഒരു വിഭാഗം UDF-ലേക്ക് പോകുമോ എന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ പാർട്ടി വിട്ടു പോകുമോ എന്നുള്ള സംശയം അല്ലെങ്കിൽ അത്തരം സാധ്യതകളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും വലിയ തോതിലുള്ള അമർഷം പാർട്ടിയിൽ ഒരു വിഭാഗത്തിലുണ്ട്. അത് ഏറ്റവും പ്രധാനമായി അത് നീണ്ടു നിൽക്കുന്നത് റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും എതിരെ തന്നെയാണ്. ശരി, എന്തായാലും ശക്തമായ വിമർശനം ഉയരും. ശനിയാഴ്ചയാണ് യോഗം കോട്ടയത്ത് നടക്കുക. നിതിൻ സേവ്യരാണ് വിശദാംശങ്ങൾ നൽകിയത്.